ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുതൽ ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് വീഡിയോസ് ആണ്. അപ്പോൾ ഈ വീഡിയോ മുതൽ ഞാൻ ചെറിയ കുറച്ച് നമ്മുടെ തയ്യലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. വളരെ ചെറിയ വീഡിയോസ്, അതായത് ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വരുന്ന കുറച്ച് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണിത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സിന് വരുന്ന കുറച്ച് സംശയങ്ങളും അതുപോലെ തന്നെ മെഷീനുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ കാര്യങ്ങളും. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ ചെറിയ ഒരു കാര്യം നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയ 10-20 മിനിറ്റുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. നമുക്ക് വേണ്ട ആ ചെറിയ കാര്യം ഒരുപക്ഷെ അതിലുണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ടിപ്പിക്കലായിട്ടുള്ള ആ കാര്യം മാത്രം ഉൾപ്പെടുന്ന ചെറിയ വീഡിയോസാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യമായിട്ട് തയ്ക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെറുതെ റണ്ണിങ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, നമ്മൾ തയ്ക്കാൻ തുടങ്ങുമ്പോഴും തയ്ച്ച് തീരുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഡബിൾ സ്റ്റിച്ച് ഇടുന്നത് തന്നെ നമുക്ക് സാധാരണ മെഷീനിലല്ല, എല്ലാ മെഷീനിലും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഈ മെഷീനിൽ നമുക്ക് 4 തരത്തിൽ ഈ ഡബിൾ സ്റ്റിച്ച് അല്ലെങ്കിൽ റിവേഴ്സ് സ്റ്റിച്ച് കൊടുക്കാൻ പറ്റും. അതായത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്, കുറച്ച് കഴിഞ്ഞ്, അതായത് തയ്യൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തവർക്ക്, നന്നായിട്ട് തയ്ക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാതെ നമ്മുടെ സാധാരണ നമ്മൾ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിന് വരുന്ന ആ മിസ്റ്റേക്കുകളും എന്താണെന്ന് നോക്കാം. കണ്ടോ, ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാതെ ഞാൻ വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് തയ്ച്ചതാണ്. അപ്പോൾ ഒന്നാമത്തായിട്ട് ഇതേ കണ്ടോ, നമ്മൾ തുടക്കം ഭാഗം, നമ്മുടെ തുടങ്ങുന്ന ഈ പോർഷൻ, ഇപ്പോൾ ഈ നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ തുടക്കം ഇതുപോലെ വിടർന്നിരിക്കും. ഇവിടെ ഒരു ക്ലോസ് ആയിട്ടിരിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഇൻ കേസ് നമ്മൾ ഇവിടം തൊട്ട് സ്റ്റിച്ചിങ് തുടങ്ങിയാൽ പോലും നമ്മളിങ്ങനെ വിടർത്തുമ്പോൾ എന്തേണ്ടോ, ഇതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞു വരും. അപ്പോൾ ആ തയ്യലിനൊരു മുറുക്കം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലും തയ്യൽ തീരുമ്പോഴും ഈ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മളിത് തുണി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് ഇതേ കണ്ടോ, ഇത് നമ്മുടെ സ്റ്റിച്ചിങ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബാണ്. അപ്പം നമ്മൾ നോർമലി തയ്ക്കുമ്പോൾ ഇതുപോലെ ഈ 2 മുകളിലേക്കുള്ള ഭാഗത്ത് ഒരു മിഡിൽ പൊസിഷനിലൊക്കെ ഇട്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ ചിലരുടെ നമ്പറൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ മുകളിൽ നിന്നും ഈ പോർഷൻ കണ്ടോ, ഇവിടെ നിന്ന് ഇവിടെയുള്ള ഒരു മിഡിൽ പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മിക്കവാറും തയ്ക്കുന്നത്. ഇത് അങ്ങോട്ട് കൂട്ടിയാൽ സ്റ്റിച്ചിങ് സ്പേസ് കൂടി വരും. അതുപോലെ സെൻറ്ററിൽ വെച്ചാൽ സ്റ്റിച്ചിങ് സ്പേസ് തീരെ കുറവായിരിക്കും. സെൻറ്ററിൽ വെച്ചാൽ സ്റ്റിച്ചിങ് നീങ്ങില്ല, നേരെ ഓരോ മുകളിലേക്ക് പോകും തോറും സ്റ്റിച്ചിങ് സ്പേസ് കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു മിഡിലൊക്കെ വെച്ചിട്ടാണ് നോർമലി തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേ കണ്ടോ, സാധാരണ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് സ്റ്റിച്ചിങ് വരുന്നത്? സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണേ, കണ്ടോ, സ്റ്റിച്ച് ചെയ്തു, സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ മിഡിൽ ഭാഗത്ത് നിന്നും താഴേക്ക് വെക്കുക. ഈ നോബ് ഇതിങ്ങനെ റിലീസ് ചെയ്യാം. നോബ് താഴേക്ക് വെക്കുമ്പോൾ ഇത് ശരിക്കും റിവേഴ്സ് സ്റ്റിച്ച് കിട്ടുന്ന നോബാണ്. താഴേക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് സാധാരണ തയ്ക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് സ്റ്റിച്ച് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ഇതും ഒരു മിഡിൽ പൊസിഷനിൽ തന്നെ വെക്കുക. ഇത് താഴേക്ക് വരുന്ന സ്റ്റിച്ചിനും എന്താ പറയേണ്ടത്, സ്റ്റിച്ചിങ് സ്പേസ് ഉണ്ടല്ലോ, അകന്നും കൂടി അടുത്തും ഒക്കെ വരുന്ന രീതി. അപ്പോൾ അതും ഒരു മിഡിൽ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് നമ്മളിതേ തയ്ച്ച് നോക്കിക്കേ. കൃത്യമായിട്ടത് പുറകോട്ട്, നമ്മൾ തയ്ച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ തയ്ച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നത് കണ്ടോ. ഇങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് അല്ലെങ്കിൽ റിവേഴ്സ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ക്ലോത്ത് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണിത്. ഈ നോബ് ഇങ്ങനെ താഴത്തേക്കാക്കുക, എന്നിട്ട് വീണ്ടും അതേ പൊസിഷനിൽ, നമ്മളിപ്പോൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്രയും നീളത്തിൽ സ്റ്റിച്ച് ചെയ്യില്ല, ഒരു ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് റിവേഴ്സ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അത് ലോക്കായിട്ട് വരികയും ചെയ്യും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീളത്തിൽ തയ്ച്ചത്, തിരിച്ച് റിവേഴ്സ് സ്റ്റിച്ച് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് തുണി ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാം, റിവേഴ്സായിട്ട് തയ്ക്കാനും ഈ നോബ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു വേ ആണ്. ആദ്യം നമ്മളിതേ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ നോബ് നമ്മുടെ പഴയ പൊസിഷനിലാണ് കേട്ടോ, മുമ്പോട്ട് പോകുന്ന പൊസിഷനിൽ തന്നെയാണ് നോബ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പം ഇത്തിരി കൂടി തയ്ച്ച് പരിചയമായി കഴിഞ്ഞതിന് ശേഷം, ഏറ്റവും ഫസ്റ്റ് തുടക്കമല്ല, കുറച്ച് പരിചയമായതിന് ശേഷം, അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഈ നോബ് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നോബ് താഴത്തേക്കാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ലോക്കായി. കണ്ടോ,
പെട്ടെന്ന് റിവേഴ്സ് സ്റ്റിച്ചും വന്നു. അതായത് നമ്മൾ തയ്ക്കാൻ അങ്ങോട്ട് തയ്ച്ച ഇവിടം വരെ വരുമ്പോൾ തന്നെ നോബ് പെട്ടെന്ന് താഴേക്ക് താക്കുക. അപ്പോൾ അത് തിരിച്ചു പോയിക്കോളും. ഇനി അടുത്ത മെത്തേഡ് ഇത് കണ്ടോ, നമ്മൾ തുണി സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ വെച്ച പോലെ തന്നെ വെച്ചു. ഇതിപ്പം നന്നായിട്ട് തയ്ച്ച് റണ്ണിങ് സ്റ്റിച്ച് നല്ല ഫാസ്റ്റ് ആയ ആൾക്കാർക്ക് നമ്മൾ സാധാരണ സ്റ്റിച്ചിങ്ങുകാരൊക്കെ ചെയ്യുന്ന രീതിയാണിത്. അപ്പം നമ്മൾ നന്നായിട്ട് തയ്ച്ചതിന് ശേഷം, നന്നായിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ സൂചി കൊള്ളാനൊക്കെ സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഞാൻ ഈ പറഞ്ഞ രീതി ഈ നോബിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു, തുണി വെച്ചു, ഫുട്ട് ലിഫ്റ്റ് ചെയ്ത് ഫുട്ട് താഴെ വെച്ചു, സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, മെല്ലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. മെല്ലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ 2-3 സ്റ്റിച്ച് വന്നു കഴിയുമ്പോൾ തന്നെ ഈ ഫുട്ട് ലിഫ്റ്റർ ഉണ്ടല്ലോ, ഈ ഫുട്ട് ലിഫ്റ്റർ ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കണ്ടോണേ, ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തിട്ട് ഈ തുണി വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്താൽ മതി. ഇതാ നോക്കിക്കോളൂ, കണ്ടോ, ജസ്റ്റ് ഒന്ന്. ഇപ്പോൾ തുണി ദേ ഡബിൾ സ്റ്റിച്ച് വന്നു, കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റിച്ച് വന്നു. ഇതാണ് അടുത്ത രീതി. ഇനി അടുത്ത രീതി ഞാൻ പറയുന്നത്, ഈ പറയുമ്പോൾ തുടക്കക്കാർക്ക് പെട്ടെന്ന് ഈ ഫുട്ട് അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും. അല്ലെങ്കിൽ ആദ്യത്തെ കുറേ ദിവസം തയ്ക്കുന്നവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. പെട്ടെന്ന് അങ്ങോട്ട്, എനിക്കൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ്മെൻ്റ് ഒന്നും കിട്ടില്ല. നമ്മൾ ആദ്യം കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഫുട്ട് ലിഫ്റ്റ് ചെയ്യുക, തുണി നേരെ തിരിച്ചു വെക്കുക, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തുണി തിരിച്ചു വെച്ച് സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് തന്നെ വരും. അപ്പോൾ ഈ 4 രീതികളാണ് നമുക്ക് ഡബിൾ സ്റ്റിച്ച് അല്ലെങ്കിൽ റിവേഴ്സ് സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ചും ബിഗിനേഴ്സിന്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഇതൊരു സീരീസ് ആയിട്ട് ഇടാമെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. വളരെ ചെറിയ ഇതുപോലെയുള്ള ടിപ്സുകളാണ് തരുന്നത്, മെഷീനെ കുറിച്ചും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചുമുള്ള. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.